സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമടക്കം വരുന്നത് കഴിഞ്ഞ തവണത്തെ 78,000-ത്തിലധികം വോട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വി പ്രകാശ് നേടിയത്. പക്ഷേ ഇത്തവണ അത് ഷൗക്കത്തിലേക്ക് എത്തുമ്പോൾ 1000 ചില്ലുമാനം വോട്ടിന്റെ കുറവുണ്ട് എന്ന ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആദ്യം വരുന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. LDF-നെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ പാളിപ്പോയിട്ടുണ്ട്? പ്രതീഷ്, ഈ നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ 2 ടേമിൽ, അതായത് PB അൻവർ കോൺഗ്രസ് വിട്ട് LDF CPM സ്വതന്ത്രനായി മത്സരിച്ച 2 ടേം ഒഴികെ മുൻകാലങ്ങളിലെല്ലാം UDF-ന്റെ മണ്ഡലമാണ്. അൻവർ വന്നതിന് ശേഷമാണ് ഈ പിന്നീട് LDF-ന് മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗതമായി UDF സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഈ അൻവറിനെ തന്നെ അതായത് CPM-ഉമായും സർക്കാരിനുമായും തെറ്റിപ്പിരിഞ്ഞാണ് അൻവർ പിന്നീട് മത്സരരംഗത്തേക്ക് വന്നത്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും അൻവർ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിടിക്കുന്ന വോട്ടുകളായിരുന്നു ഇത്തവണ വിജയത്തിൽ തങ്ങൾക്കൊപ്പം തങ്ങളെ സഹായിക്കുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും പ്രധാനമായും പ്രതീക്ഷിച്ചിരുന്നു. അതായത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDF വോട്ടുകളായിരിക്കും, ആര്യാടൻ ഷൗക്കത്തിന് പോകേണ്ട വോട്ടുകളായിരിക്കും അൻവറിൻ്റെ പെട്ടിയിലേക്ക് വരിക എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം, കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത, മുസ്ലിം ലീഗുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള UDF പ്രവർത്തകർക്ക് അദ്ദേഹത്തോടുള്ള ഒരു സോഫ്റ്റ് കോർണർ, ഇതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വോട്ടായിട്ട് വരികയും അൻവറിന് UDF-ന്റെ പെട്ടിയിലേക്ക് പോകേണ്ട വോട്ടുകൾ അൻവർ കൈവശപ്പെടുത്തും, അൻവർ കൈക്കലാക്കുമെന്നായിരുന്നു CPM-ൻ്റെയും LDF-ൻ്റെയും പ്രതീക്ഷ. അതിലൂടെ തങ്ങൾക്ക് ഈ UDF-ന്റെ മണ്ഡലമാണെങ്കിൽ പോലും അത് ജയിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു കണക്ക് കൂട്ടലായിരുന്നു. പ്രത്യേകിച്ച് M സ്വരാജിനെ മത്സരരംഗത്ത് ഇറക്കിയതോടുകൂടി പാർട്ടി അണികൾക്ക് വളരെ ആവേശം വിതറുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി അതും